കോൺഗ്രസ് ഇനി ഹർത്താലിന് ഇല്ലെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രഖ്യാപനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഹർത്താൽ വേണ്ടെന്ന ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ ഹർത്താൽ ജനാധിപത്യ പ്രതിഷേധങ്ങളുടെ ഭാഗമാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്നും കേരള വിഷൻ ന്യൂസ് സംഘത്തോട് ജനങ്ങൾ പ്രതികരിക്കുന്നു. ഹർത്താലിനോട് നോ പറയുകയാണ് കോൺഗ്രസ്. ഇനി ഹർത്താൽ നടത്തില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കെ സുധാകരന്റെ പ്രഖ്യാപനത്തോടുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം തേടി കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. ഇവിടെ എത്തിയ ആളുകളിൽ നിന്നും നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. ഒരു ചേട്ടനെ നമുക്കിവിടെ കാണുന്നുണ്ട്. ചേട്ടാ, ഇനി ഹർത്താൽ നടത്താനില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുകയാണ്. ഈ ഹർത്താൽ വേണമോ വേണ്ടയോ, അതൊരു പ്രതിഷേധ മാർഗം കൂടിയാണ്. വേണമോ വേണ്ടയോ, അതല്ല ഈ കെ സുധാകരന്റെ പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം? ഹർത്താലിന് നടത്തിയിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നി. കാരണം കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹർത്താലിൻ്റെ ആവശ്യം നോക്കിയിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടും കേരളത്തിൽ ഒരു മെച്ചപ്പെട്ട ഭരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സമരവും ഹർത്താലും എന്ന് പറഞ്ഞ് വെറുതെ പോലീസുകാരെ അടിമാങ്ങി നടക്കുക എന്നല്ലാതെ എന്തിനാ പിന്നെ അവർ അതിന് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ക്ഷേമ പെൻഷനാണെങ്കിൽ അത് കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും 100% കൂടെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഹർത്താലിൻ്റെത് വേണ്ടല്ലോ. അപ്പോൾ അവർക്കും ബുദ്ധി ഉദിച്ചാൽ അവർക്ക് നല്ലത്, അല്ലാതെ ഇപ്പം എന്താ പറയുക. ഹർത്താൽ വേണ്ട എന്ന് 100 വട്ടം പറയാനാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഇപ്പം എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ വിഷയം. തീർച്ചയായിട്ടും വേണ്ട എന്നുള്ള അഭിപ്രായമാണ്. അതായത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അവർക്ക് ഗവൺമെൻറ്റിനോട് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് വേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടെ കാര്യങ്ങൾ നടക്കണം. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കാനുള്ള ഒരു വഴി അവർ നോക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണം, ആവശ്യത്തിന് ഹർത്താൽ വേണം. നല്ല അറിയുള്ളൂ നട്ടാൽ എല്ലാം ഉണ്ടായിരിക്കണ്ടേ. പിന്നെ എങ്ങനെ പ്രതിഷേധിക്കുക, അത്രേ പറയുള്ളൂ. ഇനി എല്ലാം അറിയില്ല. ഹർത്താൽ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വേണ്ട. ഹർത്താൽ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? നമുക്ക് നമ്മൾ സ്ഥിരം പണിക്കാരനാണ്, പണിക്ക് പോകുന്ന ആളാണ്, കൂലിപ്പണിക്കാരനാണ്. ആ പണി കാര്യങ്ങൾ നടക്കുന്നില്ല, വരുമാനം നഷ്ടമാണ്. ബുദ്ധിമുട്ട് തന്നെ, ബുദ്ധിമുട്ടാണ്.